ഹായ് ഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ഓരോ ചെയിൻസ് അല്ലേ? ലൈഫിലെ ഓരോ ചെയിൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ചെയിൻ ഓഫ് ലൈഫാണ് നമ്മുടെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മൾ ഫിഫ്ത്തിലുള്ള. അപ്പം നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? എന്തൊക്കെയാണ്? ഒരു കിങ് ഫിഷർ ഉണ്ട്, ഫിഷ് ഉണ്ട്, കുറച്ച് പ്ലാന്റ്സ്, പിന്നെ അതുപോലെ ഫ്ലവേഴ്സ്, ഒരു പോണ്ട്, ഇത്രയും സംഭവങ്ങളാണല്ലോ വരുന്നത്. ഒരു റിവർ, പോണ്ട് അല്ലെങ്കിൽ റിവർ എന്തൊക്കെ പറയാം അല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിതിൽ ഫസ്റ്റ് തന്നെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ ഈ കിങ് ഫിഷേഴ്സ് എവിടെയാണ് ലൈവ് ചെയ്യുന്നത്? കിങ് ഫിഷർ ഫസ്റ്റ് തന്നെ നമുക്ക് കിങ് ഫിഷറിൻ്റെ ഫുഡ് എന്താണ്? യെസ്, നമ്മുടെ ഫിഷാണ് അല്ലേ. കിങ് ഫിഷറിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിഷാണ്. അപ്പോൾ ഈ ഫിഷ് എവിടെയാണ് ഉണ്ടാവുന്നത്? നമ്മളെ പോൺസിലാണ് അല്ലേ. നമ്മൾ റിവർ, പോൺസ് ഇങ്ങനെയുള്ള പ്ലേസുകളിലാണ് എന്തുള്ളത്? ഫിഷസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫിഷസിനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വേണം? കിങ് ഫിഷർ എന്ത് വേണം? നമ്മളെ റിവറിലോ പോൺസിലൊക്കെ വരണല്ലേ. അല്ലാണ്ട് വീട്ടിൽ വന്നിട്ട് ഫുഡ് ആരും തരൂലല്ലോ അല്ലേ. അപ്പോൾ കിങ് ഫിഷറിൻ്റെ അടുത്തേക്ക് എന്ത് പോവാണ്? കിങ് ഫിഷർ നമ്മൾ ഫിഷിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് അല്ലെങ്കിൽ പോൺസിൻ്റെ അടുത്ത് ഒക്കെയാണ് എന്തുണ്ടാവുക? പോൺസിലൊക്കെയാണ് നമ്മൾ ഫിഷ് ഉള്ളത്. അതുകൊണ്ട് എന്തായി, ഈ കിങ് ഫിഷർ താമസിക്കുന്നത് എവിടെയെന്നറിയോ? നമ്മളെ പോൺസിൻ്റെ അല്ലെങ്കിൽ റിവറിൻ്റെ അടുത്തൊക്കെയാണ് എന്ത് ചെയ്യുക? ഇവർ ഇങ്ങനെയുള്ള വാട്ടർ സോഴ്സുകളുടെ അടുത്താണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. എന്തിനും വേണ്ടിയിട്ട്? ഇവർ ഫുഡ് എന്താണ്? ഫിഷാണ്. അപ്പോൾ ഇവർ എവിടെ താമസിക്കും? എവിടെ ലിവിങ് ചെയ്യും? ഇവർ പോണ്ടിൻ്റെ, റിവറിൻ്റെ അങ്ങനെയുള്ള വാട്ടർ സോഴ്സ്, നമ്മളെ ഫിഷുകളുള്ള വാട്ടർ സോഴ്സിൻ്റെ അടുത്താണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. അതാണ് നമുക്ക് എന്ത് പറയുന്നത്? ഈ ഒരു ഭാഗത്ത് നമുക്ക് അതാണ് പറയുന്നത്. എന്താണ്? ദ കിങ് ഫിഷർ ലിവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. എന്താണ്? റിവർ ബാങ്കിൻ്റെ അടുത്തോ പോൺസിൻ്റെ അടുത്തൊക്കെയാണ് കിങ് ഫിഷർ എന്ത് ചെയ്യുന്നത്? ലിവിങ് ചെയ്യുന്നത്. They mostly choose places near water sources where they can fish. എന്താണ്? നമ്മൾ മോസ്റ്റ്ലി ആയിട്ട് ഇവർ ഈ പ്ലേസുകൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ടർ സോഴ്സുകളിലാണ് നമ്മൾ ഫിഷസ് ഉള്ളത്. അതാണ് നമുക്ക് ഈ ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് ആണ് There are many creatures around us who eat various kind of foods. പല ജീവികൾ എന്താണ്? പല ടൈപ്പിലുള്ള പല വെറൈറ്റി ഫുഡുകളാണ് കഴിക്കുന്നത് അല്ലേ. നമ്മളെ ഫുഡാണോ നമ്മളെ ഈ ഗോട്ട് കഴിക്കുന്നത് അല്ലേ? ഗോട്ട് എന്താണ്? നമ്മുടെ പ്ലാന്റ്സാ അല്ലെങ്കിൽ ഗ്രാസ് അങ്ങനെയുള്ള സാധനങ്ങൾ, പ്ലാന്റിൻ്റെ ലീവ്സ് ഒക്കെയാണല്ലേ കഴിക്കുന്നത്. അല്ലാണ്ട് ഇവർ എന്താ പറയുക, നമ്മളെ മീറ്റുകളോ ചിക്കൻ ഇങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇവർ കഴിക്കുന്നില്ല അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡുകളല്ലല്ലോ നമ്മളെ ഗോട്ട് കഴിക്കുന്നത്. അപ്പോൾ ഓരോ ക്രിയേച്ചേഴ്സും എന്താണ്? ഓരോ ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവികൾ. അപ്പോൾ ഓരോ ക്രിയേച്ചേഴ്സും കഴിക്കുന്ന ഫുഡുകൾ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ടിൻ്റെ മെയിൻ ഫുഡ് എന്താന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളത് വർക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ മക്കളെ? നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോട്ടിൻ്റെ മെയിൻ ഫുഡാണ് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ റൈസ് വാട്ടറും നമുക്കാക്കാം. നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് അല്ലേ, അതാക്കാം. പിന്നെന്താണ്? ഇവർ ഗ്രാസ് കഴിക്കാറുണ്ട് അല്ലേ. പിന്നെ നമ്മളെ ലീഫുകൾ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഗോട്ടിൻ്റെ മെയിൻ ഫുഡ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് നമ്മളെ നെക്സ്റ്റ് എന്താണ്? വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? എന്താണ്? നമ്മൾ പാർട്സ് ഓഫ് പ്ലാന്റിൻ്റെ ഓരോ പാർട്സുകൾ, നമ്മളെ സസ്യത്തിൻ്റെ ഓരോ പാർട്സുകൾ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ആൻഡ് റൈറ്റ്. രണ്ടെണ്ണം ഇതിൽ തന്നിട്ടുണ്ട്. എന്താണ്? ഡിയർ, റാബിറ്റ്. പിന്നെ ആരാണ്? നമ്മളെ കൗവുണ്ട്, ഗോട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എഴുതാം. നമ്മളെ ജിറാഫ്, ഇതൊക്കെ എന്താണ്? പ്ലാന്റ് പാർട്സ് കഴിക്കുന്ന ജീവികളാണ്. പിന്നെ ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ്. നമുക്കുള്ള ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആവാസം എന്നാണ്. നമ്മൾ കുറച്ച് ഹാബിറ്റേറ്റ്സിൻ്റെ നെയിം എന്താണ് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഇപ്പം നമുക്കിതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചർ സീൻ ഇൻ ദ പിക്ചർ.
നമ്മൾ ആ പിക്ചർ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിലുള്ള ക്രിയേച്ചേഴ്സ്, ആ പിക്ചറിൽ കാണുന്ന ക്രിയേച്ചേഴ്സിന് എന്ത് ചെയ്യുക, നമ്മൾ താഴെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ മക്കൾസെ ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ ഇതിൽ എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയാണ്? ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്? കവ്, സ്നേക്ക്, ഗ്രാസ് ഹോപ്പർ, പിന്നെന്താ ടോട്ടോയ്സ്, ഫിഷ് ഉണ്ട്, ക്രാബ് ഉണ്ട്, പിന്നെ ഒരു തവള ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ ഒരു കൊക്കിനെ കാണുന്നുണ്ട് അല്ലേ, ക്രെയിൻ ഉണ്ട് അല്ലേ. അങ്ങനെ കുറേ സാധനങ്ങൾ എന്തുണ്ട് ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെയിംസുകൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാനായിരുന്നു ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്.